ഓണം എത്തിയതോടെ സംസ്ഥാനത്ത് സജീവമാണ് സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ഓണച്ചന്തകൾ. പൊതുവിപണിയിലെ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് സർക്കാരിന്റെ ഓണച്ചന്തകളിലും ഔട്ട്ലെറ്റുകളിലും വിപണനം നടക്കുന്നത്. ഉത്രാട നാൾ വരെയാണ് ഓണച്ചന്തകളുടെ പ്രവർത്തനം. ഗുണഭോക്താക്കളിൽ നിന്ന് ഇതിനോടകം തന്നെ മികച്ച പ്രതികരണം നേടാനും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഓണം ഫെയറുകൾക്ക് കഴിഞ്ഞു. പൊതുവിപണിയിൽ സാധനങ്ങൾക്ക് വലിയ രീതിയിൽ വില കുതിച്ചുയരുകയാണ്. ഇവിടെ ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ സപ്ലൈകോയിലൂടെയും കൺസ്യൂമർ ഫെഡിലൂടെയും ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്. ശബരി ഉൽപ്പന്നങ്ങൾക്കും മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും 50% വരെ വിലക്കുറവാണ് സപ്ലൈകോയുടെ ഓണച്ചന്തയിൽ. പഴം, പച്ചക്കറി, മിൽമ, കുടുംബശ്രീ, MSME, കൈത്തറി ഉൽപ്പന്നങ്ങളും സപ്ലൈകോ ഓണം ഫെയറിലുണ്ട്. ശബരിയുടെ 6 ഉൽപ്പന്നങ്ങളടങ്ങുന്ന ശബരി സിഗ്നേച്ചർ കിറ്റാണ് മേളയുടെ പ്രത്യേകത. ഇതിനു പുറമെ നിരവധി ഓഫറുകളും സപ്ലൈകോയുടെ ഓണച്ചന്തയിലുണ്ട്. ഗുണമേന്മയുള്ള സാധനങ്ങൾ വിലക്കുറവിൽ ലഭിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. മുളക്, മല്ലി, പയറ്, പരിപ്പ്, ഉഴുന്ന്, ചില്ലറ സാധനങ്ങൾ, നെയ്യ്, അട, ഇവിടെ എല്ലാ സാധനത്തിനും നമ്മളെ പലചരക്കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വിലക്കുറവ്. നല്ല സാധനങ്ങൾ ഇപ്പം ഇവിടെ വന്നതെല്ലാം നല്ല സാധനങ്ങൾ. ഓണം അടിച്ചു പൊളിക്കണം തോണം. ജാരി 29 രൂപ, നല്ല കുറവ്. നമ്മളെ സാധുക്കളൊക്കെ ഇത് മതി, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പൈസ ഇവിടെ വില കുറവ്, വെളിയിൽ വില കൂടുതൽ. കുഴപ്പമില്ല, നല്ല ലാഭമാണ്, എല്ലാ വർഷം വരുന്നതാണ്. എങ്ങനെയുണ്ട് ഈ മൊത്തത്തില് പൊതുവിപണിയിൽ നല്ല വിലയാണ് അരിക്കൊക്കെ? അതിനേക്കാൾ ഒരുപാട് സബ്സിഡി നമുക്ക് കിട്ടുന്നുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട് ഇവിടുത്തെ? കുറവുണ്ട്, എടുക്കുന്നുണ്ട്. സർക്കാർ അങ്ങനെ ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ലേ. സപ്ലൈകോയ്ക്ക് സമാനമായ തിരക്ക് തന്നെയാണ് കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലും അനുഭവപ്പെടുന്നത്. ഇവിടെയും 13 സാധനങ്ങൾ സബ്സിഡി നിരക്കിലാണ് വിപണനം ചെയ്യുന്നത്. ഇതിനൊപ്പം ഖാദിമേളയും കുടുംബശ്രീയും ഈ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയുടെ ഭാഗമാകുന്നുണ്ട്. പൊതുവിപണിയേക്കാൾ 50% വിലക്കുറവിലാണ് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയിലെ വിൽപ്പന. ഉത്രാട ദിവസം വരെയാണ് സംസ്ഥാനത്തെ ഓണച്ചന്തകളുടെ പ്രവർത്തനം. ഓണക്കാലത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടൽ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.